ഹായ് ഫ്രണ്ട്സ്, ടെക്സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ വീട്ടിലെ ഡിവൈസുകളെ എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാമെന്നാണ്. വയർലെസ് ആയിട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബെഡ്റൂമിൽ ഒരു ലൈറ്റ് ആണെന്നിരിക്കട്ടെ, അതിനെ നമുക്ക് നമ്മുടെ ഈ ഫോൺ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. അതിനെ നമുക്ക് ഓൺ ഓഫ് ആക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഒരു ബൾബിനെ ഞാൻ ഓൺ ആക്കി, അതുപോലെ തന്നെ എനിക്കത് എൻ്റെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ എനിക്കതിനെ ഓഫ് ചെയ്യാം. സോ ഇങ്ങനെ എനിക്ക് ഫോൺ യൂസ് ചെയ്ത് തന്നെ ഏത് ഇലക്ട്രോണിക്സ് ഡിവൈസിനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളിത് ഇന്ന് നോക്കുന്നത്. സോ ഇതിനായി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു അർഡുനോ ബോർഡും ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയും ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളുമാണ്. നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിലെ മെയിൻ കൺട്രോളിങ് നടക്കുന്നത് നമ്മുടെ അർഡുനോ ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. ഇലക്ട്രിക്കൽ സ്വിച്ചിങ് നടക്കുന്നത് ഈ റിലേ യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് നമ്മുടെ റിലേ, നമ്മൾ യൂസ് ചെയ്യുന്ന റിലേ ആണിത്. ഈ റിലേ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ടിൽ രണ്ട് കോണ്ടാക്റ്റ് കാണാം നിങ്ങൾക്ക്. ഒരു നോർമലി ക്ലോസ്ഡും കാണും, നോർമലി ഓപ്പണും കാണും, എൻഒയും എൻസിയും കാണും. പിന്നെ ഈ സെൻട്രൽ കാണുന്നത് കോമൺ ആണ്. നമ്മൾ ഈ റിലേയുടെ ഈ ഔട്ടിലായിരിക്കും നമ്മുടെ ലോഡിന്, ബൾബാണെങ്കിൽ ബൾബ് അല്ലെങ്കിൽ ഫാൻ ആണെങ്കിൽ ഫാൻ, ഏത് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണോ അതിന് ഈ ലോഡിൽ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ റിലേയുടെ ഇപ്പുറത്തെ സൈഡ് എടുക്കുകയാണെങ്കിൽ അവിടെ 3 പിൻസ് നിങ്ങൾക്ക് കാണാം. ഒരു VCC കാണും, ഗ്രൗണ്ട് കാണും, പിന്നെ ഒരു ഇൻപുട്ട് സിഗ്നൽ കാണും, കൺട്രോൾ സിഗ്നൽ കാണും. ആ കൺട്രോൾ സിഗ്നൽ അനുസരിച്ചാണ് റിലേ സ്വിച്ചിങ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ ഒരു ബൾബാണ് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, ഇതൊരു ബൾബാണ് അല്ലേ. ഈ ഒരു ബൾബിന്റെ നമ്മൾ നോർമലി ഇതിപ്പോൾ സോക്കറ്റിൽ കൊണ്ട് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയത് എന്ത് സംഭവിക്കും? ഈ ബൾബ് തെളിയും. ഓഫ് ആക്കിയാൽ ബൾബ് ഓഫ് ആകും. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡിവൈസിന് ഈ ഡിവൈസിലേക്ക് ഫേസും ന്യൂട്രലും ചെല്ലുന്നുണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബൾബിലേക്കുള്ള കണക്ഷനിലെ ഫേസ് എൻഡിനെ നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, ഫേസ് വയറിനെ കട്ട് ചെയ്യും. നമുക്കറിയാം ഒരു വയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എൻഡ് കിട്ടിയല്ലേ. ഓക്കെ, ഇതാണ് ആ 2 എൻഡ്, ആ ഫേസിന്റെ 2 എൻഡ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ റിലേക്ക് ഞാൻ പറഞ്ഞില്ലേ 2 കോണ്ടാക്ട് ഉണ്ടെന്ന്, എൻഒയും എൻസിയും, നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും. നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ ഈ ബൾബ് ഓഫ് ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫേസ് കട്ട് ചെയ്തതിന്റെ ഒരു എൻഡ് നമ്മൾ ഈ കോമണിൽ കണക്ട് ചെയ്യും. അടുത്ത എൻഡ് കൊണ്ട് നമ്മൾ നോർമലി ഓപ്പണിലും കണക്ട് ചെയ്യും. അപ്പോൾ നോർമലി ഈ ബൾബിലേക്കുള്ള ഫേസ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. നോർമലി അത് വർക്ക് ചെയ്യില്ല. ഇനി ഈ റിലേക്ക് വരുന്ന ഇൻപുട്ട് അനുസരിച്ച് ഇത് നേരെ നോർമലി ഓപ്പണിൽ നിന്നും നോർമലി ക്ലോസിലേക്ക് സ്വിച്ച് ചെയ്യും. ആ ഇൻപുട്ട് വരുന്നത് നമ്മുടെ അർഡുനോ ബോർഡിന്റെ ഡിജിറ്റൽ പിന്നിലാണ്. ആ ഡിജിറ്റൽ പിന്ന് ഹൈ ആകുമ്പോഴായിരിക്കും ഇത് നേരെ നോർമലി ഓപ്പണിൽ നിന്ന് നേരെ നോർമലി ക്ലോസിലേക്കും പോകും. ആ ഡിജിറ്റൽ പിന്ന് ലോ ആകുമ്പോഴായിരിക്കും നേരെ നോർമലി ഓപ്പണിലേക്ക് പോകും. സോ ഡിജിറ്റൽ പിന്ന് ഹൈയും ലോയും ആകുന്നത് നമ്മൾ വയർലെസ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന സിഗ്നൽ അനുസരിച്ചാണ്. ഓക്കെ, നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഈ റിലേയുടെ ഈ കോണ്ടാക്റ്റിലുള്ള ഈ സ്ക്രൂ തിരിക്കുക. സ്ക്രൂ തിരിച്ചതിന് ശേഷം നമ്മൾ ഫേസ് കട്ട് ചെയ്ത് അതിനുള്ളിലേക്ക് കയറ്റുക. ഒരു സ്വിച്ച് പോലെ വയർ ചെയ്യുകയാണ് നമ്മളിപ്പോൾ. ഓക്കെ, ഫേസ് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം സ്ക്രൂ നേരത്തെ തിരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിക്കുക. ഓക്കെ ഓക്കെ ഇപ്പം ഫേസിൻ്റെ ഒരു എൻഡ് ഓക്കെ ആയി. ഇനി അടുത്ത എൻഡ് നമ്മൾ നേരെ ഓപ്പണിൽ കണക്ട് ചെയ്യണം. നേരെ ഈ ഓപ്പൺ, നോർമലി ഓപ്പൺ, അതിൽ കണക്ട് ചെയ്യുക. അതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഓക്കെ, സോ റിലേയിലേക്ക് നമ്മൾ ലോഡ് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് റിലേക്ക് വേണ്ട പവർ കൊടുക്കണം. റിലേ വർക്ക് ചെയ്യാൻ ആവശ്യമായ പവർ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ അർഡുനോ ബോർഡിൽ നിന്നുള്ള കൺട്രോൾ സിഗ്നലും കണക്ട് ചെയ്യണം. സോ അത് ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മുടെ അർഡുനോ ബോർഡിൽ നിന്നും നമുക്ക് ഇവിടെ റിലേയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളും ഉണ്ട്. ഇതിന് രണ്ടിനും വർക്ക് ചെയ്യാൻ വേണ്ടി 5 വോൾട്ട് വേണം. സോ നമ്മുടെ അർഡുനോ ബോർഡിൽ നിന്നൊരു 5 വോൾട്ട് ടാപ്പ് ചെയ്ത് നമ്മൾ നേരെ ഒരു ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. വീൻ ഗ്രൗണ്ട് ഇതാണ് 5 വോൾട്ട്. അത് നേരെ നമ്മൾ ഈ ബ്രെഡ് ബോർഡിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ബ്രെഡ് ബോർഡിൽ നിന്നായിരിക്കും നമുക്ക് റിലേക്ക് വേണ്ട 5 വോൾട്ടും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളിന് വേണ്ട 5 വോൾട്ടും നമ്മൾ എടുക്കുന്നത്. അതിനുവേണ്ടി ഇത് കണ്ട ബ്രെഡ് ബോർഡിൻ്റെ ഈ പോയിന്റിൽ നമ്മൾ കൊണ്ട് 5 വോൾട്ടിന് വേണ്ട ഇവിടെ ഇതാണ് VCC. ആ VCC കണക്ട് ചെയ്തു. ഇനി നമുക്ക് റിലേക്ക് വേണ്ടത് ഒരു ഗ്രൗണ്ട് ആണ്, അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നലാണ്. നമുക്കറിയാം അർഡുനോ ബോർഡിൻ്റെ ഈ 5 വോൾട്ടിന് തൊട്ടിപ്പുറത്ത് കാണുന്ന 2 ഗ്രൗണ്ട് ഉണ്ട്. അതിൽ ഒരു ഗ്രൗണ്ട് നമ്മൾ എടുത്തു. അത് നേരെ എങ്ങോട്ട് കണക്ട് ചെയ്യണം? നമ്മുടെ റിലേയിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, കണക്ട് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് വേണ്ട കൺട്രോൾ സിഗ്നലാണ്. നമ്മുടെ അർഡുനോ ബോർഡിൽ നിന്നുള്ള കൺട്രോൾ സിഗ്നൽ കണക്ട് ചെയ്യണം. ആ കൺട്രോൾ സിഗ്നൽ അനുസരിച്ചാണ് ബൾബിന്റെ സ്വിച്ചിങ് നടക്കുന്നത്, റിലേ മുഖേന സ്വിച്ചിങ് നടക്കുന്നത്. നമ്മളിവിടെ കൺട്രോൾ സിഗ്നൽ ആയിട്ട് അർഡുനോയുടെ പിൻ നമ്പർ 13 ആണ്, 13ാമത്തെ പിന്നാണ് യൂസ് ചെയ്യണം. ഇത് 8, 9, 10,
11, 12, 13. ഓക്കെ, ആ 30th പിന്നിൽ നിന്നും നമ്മൾ നേരെ ഈ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ റിലേയുടെ കണക്ഷൻ. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് വേണം കീബോർഡിൽ നിന്ന് വേണമെങ്കിൽ ഈ ലൈറ്റിനെ ഓൺ ഓഫ് ചെയ്യാം. കാര്യം കീബോർഡ് എന്താ USB ആണ്, ആ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ലെറ്റർ അയച്ച് ഓൺ ഓഫ് ചെയ്യാം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വയർലെസ് ആയിട്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത നമ്മൾ നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ കണക്ട് ചെയ്യണം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ പേര് HC05 എന്ന ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. ഇതാണ് ആ മോഡ്യൂൾ. ഇതിന് പ്രധാനമായും 4 പിന്നാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. ഒരു VCC 5 വോൾട്ട് കണക്ട് ചെയ്യണം, ഗ്രൗണ്ട്, പിന്നെ ഉള്ളത് TXും RXും. നമ്മുടെ അർഡിനോ ബോർഡിലും ഉണ്ട് TXും RXും. നമ്മളിവിടെ ഒരു ക്രോസ് കണക്ഷനാണ് ചെയ്യേണ്ടത്. അതായത് ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ TX ട്രാൻസ്മിഷൻ പിന്ന് അർഡിനോ ബോർഡിൽ കാണുന്ന RX എന്ന പിന്നുമായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മോഡ്യൂളിൽ കാണുന്ന RXD എന്ന പിന്ന് അർഡിനോ ബോർഡിലെ TXD എന്ന പിന്നുമായിട്ട് കണക്ട് ചെയ്യണം. അതായത് ഇവിടെ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷനാണ് നടക്കണം. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ കാതിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്നും നിങ്ങളുടെ റിസീവറിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ട്രാൻസ്മിറ്റർ ആയ വായിൽ നിന്നും എൻ്റെ കാതിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 2 ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ അർഡിനോ ബോർഡിൻ്റെ റിസീവറുമായിട്ടും ഇതിൻ്റെ റിസീവർ അർഡിനോ ബോർഡിൻ്റെ ട്രാൻസ്മിറ്ററുമായിട്ടും കണക്ട് ചെയ്യണം. അതായത് ഒരു ക്രോസ് കണക്ഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി കുറച്ച് ജമ്പർ വയർ എടുക്കുക. എല്ലാം മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ ആണ്. ഞാൻ VCCക്ക് വേണ്ടി ഇപ്പോൾ ഒരു ജമ്പർ വയർ എടുത്തു, VCC കണക്ട് ചെയ്തു. അടുത്ത ഗ്രൗണ്ടിന് വേണ്ടി ഒരു ജമ്പർ വയർ എടുത്തു. 4 ജമ്പർ വയർ ആണ് നമുക്കിവിടെ വേണ്ടത്. ഗ്രൗണ്ടിന് വേണ്ടി ജമ്പർ വയർ എടുത്തു. അടുത്തത് വേണ്ടത് ട്രാൻസ്മിറ്ററിന് വേണ്ടി ഒരു ജമ്പർ വയർ. എല്ലാത്തിനും പല കളറാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, RXD പിന്നിനും വേണ്ടി ഒരു ജമ്പർ വയർ യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി 5 വോൾട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ. സോ ബ്രെഡ് ബോർഡിലേക്ക് നമുക്ക് 5 വോൾട്ട് കണക്ട് ചെയ്യുക. അടുത്തത് വേണ്ടത് ഗ്രൗണ്ട് ആണ്. നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിന് അടുത്ത് വേണ്ട ഗ്രൗണ്ട് ആണ്. നമ്മുടെ അർഡിനോ ബോർഡിൽ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ഗ്രൗണ്ടും കണക്ട് ചെയ്യുക. ഇനിയുള്ള 2 പിൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, RXDയും TXDയും. നമ്മൾ ഈ RXDയും TXD അർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം ഈ കൺട്രോളറിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കണം. ബ്ലൂടൂത്ത് മോഡ്യൂൾ കണക്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫെയിൽ ആയിപ്പോകും. അതുകൊണ്ട് ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ RXും TXും സീരിയൽ പിന്ന് കണക്ട് ചെയ്യണേക്കാൾ മുമ്പ് തന്നെ പ്രോഗ്രാം അർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കണം. നമ്മുടെ കൺട്രോളറിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള കേബിള് നമ്മുടെ അർഡിനോ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു എൻഡ് USB ആണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ USBയിലേക്ക് കണക്ട് ചെയ്യുക. അടുത്ത എൻഡ് അർഡിനോ ബോർഡിലേക്കും കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ അത് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു എൻഡ് അർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട പവറും കാര്യങ്ങളൊക്കെ എത്തും. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സെയിം പ്രോഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് അർഡിനോ IDക്കകത്ത് ടൂൾസ് എടുക്കുക. ടൂൾസിനകത്ത് ബോർഡ് അർഡിനോ യൂണോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ അർഡിനോ യൂണോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടൂൾസിനകത്ത് തന്നെ പോർട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ USB കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഹാർഡ്വെയർ ഡിറ്റക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കോമൺ പോർട്ടിനകത്ത് അർഡിനോ യൂണോ എന്ന് കാണിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ കോമൺ പോർട്ട് 17 ആണ്. അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ വിൻഡോയിലെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഒരു ആരോ കീ ഉണ്ട്. അതേ പ്രസ് ചെയ്യുക. അതേ പ്രസ് ചെയ്യുമ്പോൾ ഈ C പ്രോഗ്രാമിനെ ഹെക്സ് ആക്കി കൺവേർട്ട് ചെയ്ത്, ഇവിടെ കൺവേർഷനാണ് നടക്കുന്നത്, കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഈ ബോർഡിനുള്ളിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഇവിടെ ഡൺ അപ്ലോഡിങ് എന്ന് കാണിക്കും. കണ്ടോ, ഡൺ അപ്ലോഡിങ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കറക്റ്റാണ്. നമ്മുടെ ഈ കൺട്രോളറിലേക്ക് ആ പ്രോഗ്രാം അപ്ലോഡ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ അർഡിനോയ്ക്ക് വേണ്ട പവർ മാത്രം കൊടുത്താൽ മതി. വൺസ് ഇതിനകത്തേക്ക് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറിയിൽ അത് കിടന്നോളും. വീണ്ടും മറ്റൊരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത് വരെ ആ പ്രോഗ്രാം ആയിരിക്കും ഇതിൻ്റെ മെമ്മറിയിൽ കിടക്കുന്നത്. ഇനി അർഡിനോയ്ക്ക് വേണ്ട പവർ മാത്രം കൊടുത്താൽ മതി. അർഡിനോയ്ക്ക് പവർ കൊടുക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഇതുപോലെയുള്ള USB കേബിൾ മുഖേന കൊടുക്കാം, ബാറ്ററി യൂസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അഡാപ്റ്റർ യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഇപ്പം ഡെമോ ചെയ്യാനായിട്ട് USB കേബിൾ മുഖേന പവർ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ RXും TXും കണക്ട് ചെയ്യാം. ഇപ്പം ഞാൻ TX ആണ് എടുത്തിരിക്കുന്നത്. അത് അർഡിനോയിലെ RXൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ RX അർഡിനോയിലെ TXലും കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സീരിയൽ കണക്ഷൻ അതോടെ കഴിയും. നമ്മുടെ സർക്യൂട്ട് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബൾബിൻ്റെ പ്ലഗ് ACയിൽ കണക്ട് ചെയ്യുക. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുക. ഇപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ പോലും ഈ ബൾബ് തെളിയുകയില്ല. നമ്മൾ വയർലെസ് ആയിട്ട് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് ഇനി ഈ ബൾബ് തെളിയുള്ളൂ. സോ വയർലെസ് ആയിട്ട് സിഗ്നൽ അയക്കാൻ വേണ്ടി നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ കാണില്ല. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിനകത്ത്
ബ്ലൂടൂത്ത് സീരിയൽ ടെർമിനൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന റിസൾട്ട് തന്നെ എടുക്കുക. സീരിയൽ ബ്ലൂടൂത്ത് ടെർമിനൽ എന്ന് പറഞ്ഞ് കാണും. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ടെർമിനലിന് തൊട്ടിപ്പുറത്ത് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് നമ്മൾ ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്തതിന് ശേഷം ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മളിവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂടൂത്ത് മുഖേന എം എന്ന് പറഞ്ഞൊരു ലെറ്ററാണ് നമ്മുടെ അർഡിനോയിലേക്ക് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ റിലേയിലേക്കുള്ള കൺട്രോൾ സിഗ്നൽ ഹൈ ആവും. അതിൻ്റെ ഫലമായിട്ട് റിലേ ഓപ്പണിൽ നിന്നും ക്ലോസിലേക്കാവും. അതായത് ഫേസ് കണക്ട് ആവും, ബൾബ് തെളിയും. എൽ എന്ന് പറഞ്ഞൊരു ലെറ്റർ ആണെങ്കിൽ ആ കൺട്രോൾ സിഗ്നൽ ലോ ആവും. അതിൻ്റെ ഫലമായിട്ട് അത് റിലേ ഓപ്പണിലേക്ക് പോകും. സോ നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പം എം എന്ന് പറഞ്ഞൊരു ലെറ്റർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നോക്കുക. ബൾബ് തെളിഞ്ഞു അല്ലേ? നമ്മുടെ വീട്ടിലെ ഡിവൈസ് ഓണായി. ഇത് ബൾബ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഡിവൈസിനെ വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി ഞാൻ എൽ എന്ന് പറഞ്ഞൊരു ലെറ്റർ സെൻഡ് ചെയ്യുകയാണ്. എൽ ലൈറ്റ് ഓഫായി. സോ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ ഫീഡ്ബാക്ക് കിട്ടും. ആദ്യം ഞാൻ ലൈറ്റ് ഓൺ ആക്കി, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. ഇനി ലൈറ്റ് ഓൺ, ദെൻ ലൈറ്റ് ഓഫ് ആക്കി, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. ഇനി വീണ്ടും ലൈറ്റ് ഓൺ ആക്കാൻ പോവുകയാണ്. എം എന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ സെൻഡ് ചെയ്യുന്നു. ലൈറ്റ് ഓൺ ആയി. ദെൻ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി. ദെൻ അഗെയിൻ എം എന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ അയച്ചു, ഓൺ തന്നെയാണ്. ദെൻ എൽ എന്ന് പറഞ്ഞ ലെറ്റർ അയച്ചു, ഓഫായി. സോ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഏത് ഡിവൈസിനെ വേണേലും നമുക്ക് കൺട്രോൾ ചെയ്യാം. ബൾബല്ല, ഫാനല്ല, ഏത് ഡിവൈസിനെ വേണേലും ഈ മാർഗ്ഗത്തിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഇത് ജസ്റ്റ് ഒരു കോമൺ ആപ്പാണ്. നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഐക്കൺസ് വെച്ച് നമുക്ക് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ.